എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ താറിൻ്റെ കുറച്ച് വർക്കുകളുടെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു വലിയൊരു യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കുകൾ നമ്മളിപ്പോൾ ചെയ്യുകയാണ്. മേജറായിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ വിൻഷീൽഡിൻ്റെ മേലെ ഒരു ക്ലാമ്പ് നമ്മൾ സ്വസ്തിക് ഫാബ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ 2 ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോക്കാണ്. അപ്പം അത് നമ്മൾ ദൂരയാത്ര പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോഗി കണ്ടീഷനും അതുപോലുള്ള റോഡ് കണ്ടീഷനൊക്കെ നമുക്ക് വലിയ യൂസ്ഫുൾ ആവും. പിന്നെ മറ്റൊന്ന് നമ്മുടെ വണ്ടിയുടെ ഡോർ പാഡ് ഇപ്പോൾ ഉള്ളത് കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റോക്ക് ഡോർ പാഡാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ അലുമിനിയം ഡോർ പാഡ് ചെയ്യാൻ വേണ്ടി പോകണം. അത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ വാങ്ങിയത്, എവിടുന്നാണ് വാങ്ങിയതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആർമറോന്ന് വണ്ടിയുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബാക്കിലത്തെ ടെയിൽ ഗേറ്റിന് വരുന്ന ഒരു എന്താ പറയുക ഓർഗനൈസർ പോലത്തെ ഒരു സാധനം, നമുക്ക് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുമെല്ലാം നമുക്ക് ഇന്ന് വണ്ടിയിൽ ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. അങ്ങനെ ഞാൻ നമ്മുടെ ഷോപ്പിലെത്തിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വള്ളിത്തോടുള്ള കാർ സ്റ്റോറി എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. ഞാൻ എൻ്റെ എല്ലാ വണ്ടികളുടെ വർക്കും ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ഷോപ്പ് ഓപ്പൺ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വണ്ടിയിൽ ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫോഗ് ലാമ്പാണ്. അപ്പോൾ ഫോഗ് ലാമ്പ് വെക്കാനുള്ള ക്ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് ഒപ്പിച്ചു. ആദ്യത്തെ ഏകദേശം ഇത്രയും ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് അത്ര ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലൊന്ന് ഒപ്പിച്ചു. അതിൻ്റെ ആകുമ്പം നമ്മുടെ ഫോഗ് ലാമ്പിലേക്ക് സെറ്റ് ചെയ്യേണ്ട ആ ക്ലാമ്പില്ലേ, മേലേക്ക് വരുന്ന ക്ലാമ്പ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ അതുപോലെ നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ് വരുന്നത് കേട്ടോ. ഇത് HJG എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫോഗ് ലാമ്പാണ്. കൊള്ളാം. ഈ 2 സൈഡിൽ കാണുന്നത് പിന്നെ ഒരു മാർക്കർ ലൈറ്റ് പോലത്തെയാണ്. പിന്നെ നമുക്ക് സെൻറ്ററിൽ കാണുന്ന പ്രൊജക്ടറിൻ്റെ അകത്ത് ഒരു ഡബിൾ ഐ എന്ന് പറയുന്ന ഒരു റെഡ് കളർ ലൈറ്റും എപ്പോഴും നമുക്ക് പാർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കത്തി കിടക്കും, DRL പോലെ. അത്യാവശ്യം കൊള്ളാവുന്നൊരു സാധനമാണ്. ഇതിൽ വൈറ്റും യെല്ലോയും ഹൈ ബീമും ലോ ബീമും ഉണ്ട്. നമുക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാം. പിന്നെ അതിൽ നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്ന സ്വിച്ച് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ലോ ബീമിനുള്ള സ്വിച്ചാണ്. നമുക്ക് ആക്ച്വലി ഈ സ്വിച്ച് നമ്മൾ ചെറിയൊരു പാളിച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഹൈ ബീമും ലോ ബീമും ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇതിൽ നമുക്ക് ആക്ച്വലി ഒറ്റ ആക്ഷനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ ലോ ബീം ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈ ബീമിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈ ബീമിലേക്ക് നമുക്ക് ഈ സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യാം, ലോ ബീമിലേക്ക് ഈ സ്വിച്ചിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് അഡീഷണലായി വെച്ച പട്ട എടുത്തിട്ട് അതൊന്ന് പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്ത് ഉണക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പട്ട പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ ഡോർ പാനലുകൾ പിടിപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അലുമിനിയത്തിൻ്റെ ഡോർ പാനൽ വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് അവരുടെ ബ്രാൻഡ്. ഇത് പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തുള്ള ടിജോ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിപ്പം അലുമിനിയത്തിൻ്റെ പീസ് എടുത്ത് അതിൽ പ്രോപ്പറായിട്ട് പെയിൻറ്റൊക്കെ ചെയ്തിട്ടാണ്. ഇത് ആക്ച്വലി വൈറ്റ് കളറിൽ ഉണ്ടാവും. അത് പെയിൻറ്റൊക്കെ ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ടുണ്ട്. നല്ല പ്രോപ്പർ ഫിറ്റിംഗ് ആണ് കേട്ടോ. കറക്റ്റ് അതിൻ്റെ ടെംപ്ലേറ്റൊക്കെ എനിക്ക് ഒന്ന് പ്രോപ്പറായി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി, ചെറിയ വ്യത്യാസം പോലും ഇല്ല. ഈ കാണുന്നതാണ് നമ്മുടെ ആംബ്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഹോൾസ്. ഇത് നമ്മുടെ വൈൻഡറിനുള്ള ഹോള്. പിന്നെ ഇത് നമ്മുടെ ഡോറ് പുറത്തേക്ക് തള്ളിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്ട്രാപ്പ് പോലൊരു സാധനം ഉണ്ടല്ലോ, അത് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവം ഉഷാറാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിലവിലുള്ള നമ്മുടെ പിന്നെ ഡോർ പാനൽ നമ്മൾ അഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആംബ്രസ്റ്റും അതുപോലെ തന്നെ വൈൻഡറിൻ്റെ ഭാഗമൊക്കെ അഴിക്കണം. അത് ഇതിലൊക്കെ ഓൾറെഡി ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഉള്ളത് ബട്ടൺ പ്രസ് ആയിരിക്കും അല്ലേ സൈഡിലുള്ളത്? ഇപ്പോൾ വരുന്നത് ബട്ടൺ പ്രസ് ആയിരിക്കും. നമ്മളത് ചെയ്യുമ്പം സെൽഫ് സ്ക്രൂ ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണല്ലേ? ഓക്കെ. അതിൻ്റെ കളർ നോക്കിയാട്ടല്ലേ മാറ്റം. ആംബ്രസ്റ്റിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് വൈൻഡറിൻ്റെ ഭാഗം അഴിച്ച് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഈ സൈഡിൽ എനിക്കൊന്ന് ഇതെല്ലാം ഇതുണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് തെക്കി എടുക്കാനേ ഉള്ളതല്ലോ. അതിനാണ് സെപ്പറേറ്റ് ആർമറോൻ്റെ സ്ട്രാപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി വീതിയുള്ളത് ആർമറോൻ്റെ വാങ്ങിയിട്ടുണ്ട്. നമുക്കത് വെക്കുമ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം. കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഹോൾസൊക്കെ പക്കയാണ്. നമുക്ക് ചെയ്യാനാവും അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് ആംറസ്റ്റ് സെറ്റ് ചെയ്യലാന്നേ. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കറക്റ്റ് ഐഡിയ കിട്ടും 4 സൈഡിലൂടെ ഹോൾ അടിക്കണം എന്നുള്ളത്. നമ്മുടെ ആർമറോൻ്റെ പിന്നെ സ്ട്രാപ്പ് വരുന്നത്, അതായത് നമ്മുടെ സ്റ്റോക്ക് വരുന്ന സ്ട്രാപ്പ് ഇതാണ് കമ്പനിയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വിട്ടുകൊണ്ട് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് ലേബലൊക്കെ ചെയ്തിട്ട് വരുന്ന സാധനം. അപ്പോൾ നമുക്കിത് നമ്മൾ ഈ വരുന്ന പാനലിലേക്ക് നമ്മൾ സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പോക്കാം. സെറ്റ് ചെയ്യല്ലേ ഒരു നമ്മുടെ സ്റ്റോക്ക് സ്ട്രാപ്പിന് ബാക്കിലും ഒരു പിടുത്തം വരുന്നുണ്ട്. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഭാഗം അവിടെ കുടുക്കി നിർത്താൻ പറ്റും. അഴിച്ചെടുത്തിട്ടുണ്ട്. അത് ഭയങ്കര എളുപ്പമാണല്ലോ കഴിക്കാൻ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫൈബർ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ട് നമ്മൾ അഴിക്കുമ്പോൾ ബോൾട്ട് ഫ്രീ ആയിട്ട് ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബോൾട്ടിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഫൈബർ പീസ് ആയിരുന്നു. ഓ, ഈ കാണുന്ന ഫൈബർ പീസ് അല്ല? അത് കമ്പനിയിൽ നിന്ന് വരുന്ന അത് ഇൻബിൽട്ട് മഹേന്ദ്ര കൊടുത്തു. ഇതിന് ബോൾട്ട് ഇങ്ങനെ ഊരി പോകില്ല, ഫ്രീ ആയിട്ട് ഊരി വെച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ബോൾട്ട് ചാടി പോകും. ഓ റൈറ്റ് റൈറ്റ്, അത് അങ്ങനെ വെച്ചാൽ പോകില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതെത്ര കോസ്റ്റ് ഉണ്ട് ഇതിന്? എത്രയാകുമ്പോൾ ഞാൻ ഓർക്കുന്നില്ല, അത് നോക്കണം എത്രയാണ്. അതിന് 250-300 കാണാൻ തോന്നുന്നു. നോക്കിയിട്ട് ഞാൻ പറയാം. നോക്കിയത് വാങ്ങിയിട്ട് കുറച്ചായി. ഞാൻ നമ്മുടെ പിന്നെ മറ്റേ ഹോൾഡറില്ലേ, ഓർഗനൈസറും അതെല്ലാം വാങ്ങുന്ന സമയത്ത് ഒരുമിച്ച് വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. നമ്മുടെ കമ്പനിയുടെ സൈഡ് നൂലൊക്കെ പൊന്നി തുടങ്ങി. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. അത് പിടിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആർമറോൻ്റെ എല്ലാ ഐറ്റംസും നല്ല കേട്ടോ. അത് അവരുടെ പിന്നെ ഹുഡൊക്കെ ഇല്ലേ, നമ്മുടെ പടുത
നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഞാനൊരു നമ്മുടെ പഴയ ജിപ്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ, ഓഫ് റോഡ് എക്യുപ്മെൻറ്റ്സ് ആണ് കൂടുതലും. മീൻസ് ഇതുപോലുള്ള യൂട്ടിലിറ്റി സാധനങ്ങൾ. പിന്നെ പക്ഷേ ഈ നമ്മുടെ പടുതയൊക്കെ നല്ല റേറ്റാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഫുഡ് കഴിക്കണ്ടേ? സെറ്റല്ലേ? ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. ഓൾറെഡി ഇവിടുന്ന് സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അല്ലേ? ഉണ്ടോ? കമ്പി വരുന്നത് ഇവിടെ 4 എണ്ണം അല്ലേ? 1, 2. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ? ഓ, ഓക്കെ. പക്ഷെ അവരതിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഡയറക്റ്റ് സ്ക്രൂ ചെയ്യുക അല്ലേ? അപ്പോൾ ഞാൻ വെച്ച് അതിനകത്തേക്കാണ് വരും ആ ഹോൾസ് നിന്ന്. നമ്മൾ ഇല്ല, സെപ്പറേറ്റ് ചെയ്യണം അല്ലേ? ഓ, ആ ഹോൾസിലേക്ക് പോകില്ല, പകരം സെപ്പറേറ്റ് ഹോൾ അടിക്കണം അല്ലേ? ഓക്കെ. ആ, നമുക്ക് സ്ക്രൂ ഒക്കെ പാക്ക് ചെയ്യുന്ന രീതി നോക്കണം. എങ്കിലും ആരെങ്കിലും ചെയ്യുമല്ലേ? സ്ക്രൂ ഒക്കെ ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച്, അതും ഇതേ സെയിം ക്വാളിറ്റി പെയിൻറ്റ് തന്നെ അതിനും അടിച്ചിരിക്കുന്നത്. അത് അടിച്ച് അത് തെർമോക്കോളിൻ്റെ അകത്ത് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് അയച്ചിന് പോകൂലേ? ഇല്ല, ഗ്രിപ്പ് ഉണ്ടാവില്ല അല്ലേ? എന്നാൽ സെപ്പറേറ്റ് അടിക്കുക, അതല്ല അല്ലേ? വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ട. ഫ്രീ ആയി കളിക്കും അല്ലേ? വേണ്ടല്ലോ, സെപ്പറേറ്റ് അടിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റോക്കായിട്ട് ഈ ഇതിന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ക്ലിപ്പ് പോലത്തെയാണ്, പ്രസ്സിങ് ക്ലിപ്പ് പോലത്തെ ഒരു സാധനമാണ് നമുക്ക് വരുന്നത്, സ്റ്റോക്ക് വരുന്നത്. പക്ഷേ അതിലേക്ക് നമുക്ക് ഈ സ്ക്രൂ ചെയ്യുമ്പം ഫ്രീ ആയി പോകുന്നുണ്ട്. അപ്പം ബോഡീൻ്റെ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു പാനൽ ഏരിയയിലേക്ക് ഓരോ സ്ക്രൂ വീതം നമ്മൾ സെൽ സ്ക്രൂ അടിച്ച് കൊടുക്കാൻ പോക്കാം. അതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും, വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വിജയകരമായി സ്ക്രൂ അടിച്ചിരിക്കുന്നു. സ്ക്രൂ അടിച്ച് കയറി സെറ്റ്. അപ്പം അങ്ങനെ ഫസ്റ്റ് സ്ക്രൂ കയറി അല്ലേ? ബാക്കി നമുക്ക് 1 by 1 ഇനി ഓരോന്നോരോന്ന് വരും അല്ലേ? ഇനി നമുക്ക് സെൻറ്റർ ഇവിടെ എത്ര വരും നമുക്ക് സ്ക്രൂ വരിക? ഇവിടെ 4 സ്ക്രൂ അടിക്കണം, എന്നാലും അത് സ്റ്റേണായിട്ട് ഇരിക്കുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഇവിടെ 4 എണ്ണം വരും അല്ലേ? നേരെ 4 വരും, പിന്നെ ഇവിടെ ഒന്നും അല്ലേ? അപ്പോൾ ടോട്ടല് 6 എണ്ണം മേലെ ഇല്ല, ടോട്ടൽ 4 എണ്ണം മതി അല്ലേ? ഓക്കെ. അതായത് 2 എഡ്ജിൽ 2 എണ്ണം, സെൻറ്ററിൽ ആക്കിയിട്ട് 2 എണ്ണം, അതേപോലെ തന്നെ താഴെയും പിന്നെ സൈഡിൽ 2 എണ്ണം അല്ലേ? ഓക്കെ സെറ്റ്. കറക്റ്റ് മെഷർമെൻറ്റിൽ അടിക്കാൻ അല്ലേ? അധികം കൊടുക്കണം, 4 പോരെ? അടിക്കുമോ? വൈബ്രേഷൻ വരാൻ ചാൻസ് ഉണ്ടോ? കാര്യമാണ്. ഓ, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന് എക്സ്ട്രാ കൊടുക്കാം അല്ലേ? വൈബ്രേഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ 9. അപ്പോൾ 2 എണ്ണം വാങ്ങുകയാണെങ്കിൽ 9 വരും അല്ലേ? 2 എണ്ണം അടിച്ച വൈബ്രേഷൻ ചാൻസ് ഉണ്ടോ? ഒന്ന് വെച്ച് നോക്കാം, എന്നിട്ട് ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലേ? എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ 2 സ്ക്രൂ കൊടുക്കാം അല്ലേ? ഓക്കെ.
പെയിൻറ്റ് സ്ക്രൂവിലേക്ക് കയറിയുണ്ടല്ലേ, പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഒരു ചെറിയ ബുദ്ധിമുട്ട് ഗ്രിപ്പിന്. ഓക്കെ കയറിയല്ലേ, ഓക്കെ. കാര്യമായ പ്രശ്നമൊന്നുമില്ല. ഇല്ല. ഇനി ഒരെണ്ണം ഏകദേശം ഇവിടെ വരുമല്ലോ, ഒന്നല്ലേ ഏകദേശം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം. അടിയിൽ ഫുള്ള് തെർമോക്കോൾ വെച്ച് സെറ്റ് ചെയ്യേണ്ടത് അകത്തല്ലേ. ഓക്കെ 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 ഉണ്ടെങ്കിൽ അല്ലേ, ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വലിയ തോന്നുന്നില്ല അല്ലേ, വലിയ പ്രശ്നമില്ല. പിന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അകത്ത് തെർമോക്കോൾ നോക്കേണ്ടി വരും അല്ലേ. തെർമോക്കോൾ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് നോക്കാം, ചെയ്തു നോക്കാം നമുക്കല്ലേ, എങ്ങനെയുണ്ട് നോക്കാൻ പറ്റും അല്ലേ. ഒരു ട്രയൽ പോകുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഡോർ പാനൽ വാങ്ങിയിരിക്കുന്നത് ഗാരേജ് 42 എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ അടുത്ത് നിന്നാണ്. ഇവർ പാലക്കാടിനടുത്താണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സംരംഭം. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ, നല്ല കിടിലൻ വർക്കാണ്. ഏകദേശം നമുക്കൊരു 2-3 വീക്സ് എടുത്തു ഈ സംഭവം സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് മാത്രം വർത്തുണ്ട്, കാരണം പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് സൈഡൊക്കെ ഗ്രൈൻഡ് ചെയ്ത് പെയിൻറ്റൊക്കെ ചെയ്ത് പ്രോപ്പർ അലുമിനിയത്തിന് അടിക്കുന്ന പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു 3 ലെയർ കോട്ടൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടാണ് നമുക്ക് അയച്ചിരിക്കുന്നത്. പാക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. ടിജോ എന്നാണ് ആളുടെ പേര്. താങ്ക് യു സോ മച്ച് ടിജോ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റിയലി അപ്രീഷിയേറ്റ്. നന്നായിട്ടുണ്ട്, നല്ല കിടിലൻ വർക്കാണ്. ഇതുപോലെ വീണ്ടും ഇനി നമ്മുടെ താറിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പണിപ്പുരയിലുണ്ടെന്ന് അറിയാം. എല്ലാം നല്ല ഉഷാറായിട്ട് വരട്ടെ. അങ്ങനെ നമ്മളെ വണ്ടിയുടെ ഡോർ പാഡ് രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യലാണ്. അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ കാണിച്ചാൽ പെയിൻ്റൊക്കെ അടിച്ചു, അതൊക്കെ നല്ല ഉണങ്ങി നല്ല പെർഫെക്റ്റായി. പിന്നെ ഇപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് അതിലേക്ക് വെച്ച് ടൈറ്റ് ചെയ്ത് പിന്നെ ഇനി അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും നേരത്തെ ഞാൻ കാണിച്ച പോലെ അത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈ ബീമിനും ലോ ബീമിനുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് സ്വിച്ചാണ് വെക്കുന്നത്. പിന്നെ ഹൈ ബീമിനും ലോ ബീമിനും ഒരു സെറ്റും, പിന്നെ എലോയ്ക്കും പിന്നെ വൈറ്റിനുമായിട്ട് വേറെ സെപ്പറേറ്റ് സ്വിച്ചും. അപ്പോൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ DRലും അതുപോലെ സൈഡിൽ വരുന്ന ഇൻഡിക്കേഷൻ ടൈപ്പുള്ള ലൈറ്റില്ലേ, അതും അതിന് സ്ട്രോബേഴ്സ് എന്നങ്ങനെ പറയാം, സ്ട്രോബർ ലൈറ്റോ അങ്ങനെ പറയാം. അതും നമുക്ക് നേരെ പാർക്കിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ബലാസ്റ്റാണ് ഈ കാണുന്ന ബ്ലാക്ക് ഈ ബോക്സ് പോലത്തെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഈ ഒരു പീസ് അഴിക്കുകയാണ് അല്ലേ ഷബ്രഭായി? ഇല്ല അതിങ്ങനെ പുറത്ത് ബൾജ് ചെയ്ത് നിൽക്കും അല്ലേ, ഒരു ബോറായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ വിൻഷീൽഡിൻ്റെ ഈ താഴത്തെ ഈ പോർഷനിലൂടെ അല്ലേ, അതിലൂടെ എടുത്തിട്ട് നമ്മൾ ഡാഷ്ബോർഡിൻ്റെ ഇത് കുറച്ച് വികസിപ്പിച്ചിട്ട് അതിനകത്തേക്ക് വെക്കുന്നത് അല്ലേ. ഓക്കെ സെറ്റ്. എന്ത് റച്ചയല്ലേ വണ്ടിക്ക്. ആ പിള്ളേർ വൈദ്യരാമി ഇറങ്ങും. സെറ്റ് അല്ലേ, ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആകെ ഈ ഒരു പോർഷനിൽ മാത്രമേ നമുക്ക് വയറ് കാണുന്നൊരു പോർഷനിൽ മാത്രമേ നമുക്ക് വയറ് പുറത്ത് കാണും. അതും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ, കാരണം അവിടെ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഗ്ലൂ ഉള്ളതുകൊണ്ട് കണ്ടാൽ മനസ്സിലാവില്ല. ഇതേപോലെ നമുക്കിനി ആ സൈഡിലും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വിച്ച് കൊടുക്കാണ്ടി പോകുന്ന ഒരെണ്ണം മേലെയും ഒരെണ്ണം താഴെയായിട്ടാണ്. മേലെയുള്ളത് ലോ ബീമിൻ്റെതും താഴെയുള്ളത് ഹൈ ബീമിൻ്റെ ആയിട്ട് കൊടുക്കാണ്ടി പോകുന്നു. ചെയ്ത് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ആ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കണം. നമ്മൾ ആ ഡാഷ്ബോർഡിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ വയറിംഗ് ഇനി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ എടുക്കുന്നത് ലെഫ്റ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് കണക്ഷൻ ഓക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലും കൂടി ഫിനിഷ് ചെയ്യണം. നമ്മൾ സ്വിച്ച് ബോർഡ് ഏകദേശം നമ്മൾ സ്വിച്ച് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇവിടെ AC-ൻ്റെ താഴെ അല്ലേ, AC-ൻ്റെ വെന്റിൻ്റെ താഴെയായിട്ട് പറഞ്ഞ ഇവിടെ അത് ലോ ബീം അല്ലേ, ലോ ബീമും പിന്നെ ലോ ബീം അല്ല, നമുക്കത് എല്ലാം കൊടുക്കാം അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി ലോ ബീമും ഹൈ ബീമും താഴെ സ്വിച്ച് കൊടുക്കും. ഈ കാണുന്നൊരു ഗ്യാപ്പിൽ ആ പോർഷനിൽ ഫിറ്റ് ചെയ്യാം. ഓക്കെ ഡൺ. അതുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ സെറ്റ് അല്ലേ. ഓക്കെ, നമ്മൾ സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റ് വയർ വലിക്കുന്ന വയർ വലിച്ച് അത് പ്രോപ്പർ സ്ലീവെല്ലാം ചെയ്ത്
പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അതാകുമ്പോൾ വെച്ചാൽ നമുക്ക് വയർ കടിയും കാണാനും പറ്റില്ല, പിന്നെ അത് പ്രൊട്ടക്ഷനും അല്ലേ. വയറ് പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ അല്ലേ. നമ്മുടെ വണ്ടിയുടെ ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിലത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്നതാണ് DRL, ഡബിൾ സൈ എന്നാണ് അവർ പറയുന്നത്. ആ കാണുന്ന നമ്മുടെ പ്രൊജക്ടറിൻ്റെ അകത്ത് കത്തിക്കിടക്കുന്നത് ഡബിൾ സൈ ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റാണ്. ആ വൈറ്റിൽ നമുക്ക് ഹൈ ബീമും ലോ ബീമും വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഈ കാണുന്ന വൈറ്റ്. ഇനി അടുത്ത് നമുക്കുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഹൈ ബീമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വൈറ്റിൽ. ഇനി അടുത്ത് നമുക്ക് വരുന്നത് പിന്നെ യെല്ലോ ആണ്. അപ്പോൾ ഇതിപ്പോൾ മിക്സാണ്. ഇപ്പോൾ യെല്ലോയും വൈറ്റും മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് യെല്ലോ മാത്രം. അപ്പോൾ ഇങ്ങനെ 4 കളേഴ്സ് നമുക്ക് ഇതിൽ കിട്ടും. ഇതെല്ലാം കോമ്പിനേഷൻ സ്വിച്ച് വെച്ചിട്ട് 2 സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഹൈ ബീമും ലോ ബീമിനും സെപ്പറേറ്റും, അതായത് വൈറ്റിന്, പിന്നെ യെല്ലോയ്ക്ക് സെപ്പറേറ്റ് സ്വിച്ച്. പിന്നെ നമ്മുടെ ഈ DRL ചെയ്തിരിക്കുന്നത് നേരെ നമ്മളെ പാർക്കിലാണ്. അപ്പോൾ സംഭവം ഉഷാറാണ്. നമുക്കിപ്പോൾ അത് ഇവിടത്തേക്ക് അടിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമുക്കൊന്ന് രാത്രി ഇതൊന്ന് പ്രോപ്പറായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ ട്രിപ്പ് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്പ്പിച്ചിടുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള സർഫേസിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. ലൈറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ അലൈൻമെൻ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ത്രോ ഏകദേശം മനസ്സിലായി നിങ്ങൾക്ക്. ഇതിപ്പോൾ ഹൈ ബീമല്ല, ഇത് ഡിമ്മല്ല. ഓക്കെ, ഇതിപ്പോൾ ഡിമ്മിലുള്ള വ്യൂ ആയിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ അലൈൻമെൻ്റ് ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ത്രോ കിട്ടുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു സൈഡ് തന്നെ. ബ്രൈറ്റ് ഇട്ടാവട്ടെ. ആ, നമുക്ക് ബ്രൈറ്റ് ഇട്ട് നോക്കാം. നമുക്ക് ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ത്രോ കിട്ടുന്നുണ്ട് നമുക്ക്. ഇത് മഞ്ഞ, വൈറ്റിനാണ് നല്ല ത്രോ. പിന്നെ മഞ്ഞ നമുക്ക് ഡബിൾ ഉണ്ട്. നമുക്ക് ഇതിപ്പോൾ ഹൈ ബീമാണ്. ഇതിപ്പോൾ നമുക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത്. ഇത് ഫുൾ ബീമിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യെല്ലോയും വൈറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ ഫുൾ ബീം വരുമ്പോഴുള്ള ത്രോ. നമുക്ക് ഓഫ് റോഡിംഗ് ഒക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അതുപോലെ നല്ല ഫോഗി കണ്ടീഷനിലൊക്കെ നമുക്കിത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പാവും. എനിക്ക് ഡബിൾ സൈ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ലുക്കാണ്, ലോങ് ഡിസ്റ്റൻസിൽ നല്ലൊരു ലുക്കാണ്. കണ്ടോ, നമ്മുടെ ആർമറിൻ്റെ ഓർഗനൈസറിൻ്റെ ഫിറ്റിങ്സിന് ശേഷമുള്ളൊരു രൂപമാട്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ടെയിൽഗേറ്റിൻ്റെ മേലേക്ക് നമ്മൾ സെൽഫ് സ്ക്രൂ ചെയ്തിട്ടാണ് ഇതൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നിവിടെയും ഒരെണ്ണം ഇതിനകത്ത് ഇവിടെയായിട്ടും പിന്നെ മറ്റൊന്ന് ഇവിടെയായിട്ടും ഒന്നിവിടെയും. അങ്ങനെ മേലെ മാത്രമേ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുള്ളൂ. താഴത്തെ പോർഷൻ നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുന്നത്. അതായത് എപ്പം ഒരിക്കൽ നമുക്കിത് മറച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മേലെ മാത്രമേ സ്ക്രൂ ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നൊരു മസ്റ്റ് നീഡഡ് സാധനമാണ്. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. വണ്ടിയുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ റിയർ ടെയിൽ ഗേറ്റിൽ നമുക്ക് ഓർഗനൈസറും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമുക്കതിൽ വയറിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. സ്വിച്ച് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാക്കി സെറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അലൈൻമെൻറ്റും കഴിഞ്ഞു നമ്മളെ. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ യൂസ് കേസ് റിവ്യൂ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.